ബേബി ഓർഗൻസ അല്ലെങ്കിൽ പ്യോർ ഓർഗൻസ. ഞാൻ എപ്പോഴും പറയാറുണ്ട് ഈ ബേബി ഓർഗൻസ എന്നുള്ളത് ഞാൻ ഇട്ട പേരാണ്. കാരണം എന്താ വെച്ചാൽ അത്ര ഡെലിക്കറ്റ് ആണ് ഇത് യൂസ് ചെയ്യുമ്പോൾ. ഞാൻ എപ്പോഴും ഈ ഓർഗൻസാസ് സാരി, സ്കേർട്സ് അല്ലെങ്കിൽ ദുപ്പട്ട അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് കൂടുതലും. ഏറ്റവും നന്നായിട്ട് ഇത് പോകുന്നത് സാരിക്കാട്ടോ. നോക്കിക്കുക, ഒരു പൗഡർ ബ്ലൂ ഷെയ്ഡ്, നല്ല ഭംഗിയുണ്ട്. ഒരു ഐസ് ബ്ലൂവിൻ്റെ ഒക്കെ ഒരു ഷെയ്ഡിലേക്ക് വരുന്നത് നല്ല ഷെയ്ഡാണ്. പിന്നെ വരുന്നത് നല്ലൊരു പിങ്കാണ്. പിങ്ക് എന്ന് പറഞ്ഞാൽ ഒരു റോസ് ഗോൾഡ് ടിഞ്ച് അതിനകത്തുണ്ട്. രണ്ടും നല്ല ലവ്ലി ആൻഡ് സൂതിങ് കളേഴ്സാണ്. അതിനകത്തോട്ട് റണ്ണിങ് ഡിസൈനാണ് വന്നിരിക്കുന്നത്. പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് സിൽവർ ആയിട്ട് തോന്നുമെങ്കിലും സെൽഫ് ത്രെഡും വാട്ടർ സീക്വൻസസും ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഗ്ലിറ്ററി ഇഫക്റ്റ് ഉണ്ട്. ഇത് സാരി ആയിട്ട് കൊടുത്താൽ പിന്നെ പ്രത്യേകിച്ച് വേറെ ഒന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. ഇതുപോലെ തന്നെ ഗ്ലിറ്റർ സീക്വൻസസിൻ്റെ മെറ്റീരിയൽ ഉണ്ട് ഓൾ ഓവർ ആയിട്ട്. അതെടുത്തിപ്പോൾ ഒരു സ്ലീവ്ലെസ് ബ്ലൗസ് ഒക്കെ ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് നല്ലൊരു പാർട്ടി വെയർ ലുക്കായിരിക്കും. ഇതിൻ്റെ റേറ്റ് വരുന്നത് നമുക്ക് ഏതാണ്ട് 1095 ആണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഒരു പീസ് വിടർത്തി കാണിക്കാം. നല്ല പീസ്. ഇതിൻ്റെ പല ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് ആട്ടോ വന്നിരിക്കുന്നത്, പല റേഞ്ചാണ്. അത് പ്യോർ ഓർഗൻസയാണ്, ഓർഗൻസയുടെ പ്യോറസ്റ്റ് ഫോം ആണ്. ഇത് കണ്ടോ, നല്ല ഭംഗിയാണ് കാണാൻ. ഇപ്പം സാരി ആയിട്ടൊക്കെ കൊടുത്താലും നല്ല രസമായിരിക്കും ഇത്. നമുക്ക് ക്യാരി ചെയ്യാൻ നല്ല ഭംഗിയാണ്. സ്കേർട്സ് ആയിട്ട് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. ഒരു പ്ലെയിൻ ടോപ്പ് ഇട്ടിട്ട് ഇതൊരു സ്കേർട്ടായിട്ട് ഇട്ടാൽ അതിനൊരു പ്രീമിയം ലുക്ക് ഉണ്ടാവും. പിന്നെ വരുന്നത് എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ ബേബി ഓർഗൻസായിൽ വരുന്നതാണ്. ഇതിപ്പോൾ ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡിൽ ഇത് കണ്ടോ, നല്ല രസമുണ്ട് കാണാനായിട്ട്. ആ ഫ്ലവേഴ്സിൻ്റെ മോട്ടീവ്സ് വന്നിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. ഒരു കോൺട്രാസ്റ്റിംഗ് ലെമൺ യെല്ലോ ആൻഡ് ഗ്രീൻ കോംബോല. ഇതിൻ്റെ പല ടൈപ്പ് ഓഫ് ഡിസൈൻസ് അവൈലബിൾ ആണ് കേട്ടോ. പിന്നത്തത് ട്രിമ്മിങ്ങും കൂടി ഉള്ളതാണ്. കണ്ടോ, ക്രോഷ്യോ ട്രിമ്മിംഗ് എന്ന് പറയും നമ്മൾ ഇതിൻ്റെ സൈഡ്സിൽ കൂടെ പോയിരിക്കുന്നത് കണ്ടോ. അപ്പോൾ നമ്മളിതിപ്പോൾ ഒരു സാരി ആയിട്ട് എടുക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യണ്ട. കാരണം എൻസ് ഓൾറെഡി ഇങ്ങനെ ട്രിമ്മിങ്ങിൽ ഫിനിഷ് ചെയ്തിരിക്കുന്ന കാരണം ഞാൻ പറയും ഇപ്പം സാരി ആയിട്ട് ഉടുക്കില്ല എന്നുണ്ടെങ്കിൽ സൽവാറിൻ്റെ ടോപ്പ് ഒരെണ്ണം എടുത്തിട്ട് ഈ സംഭവം നല്ലൊരു ബോർഡർ പോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ടൊക്കെ അടിയിൽ കൊടുത്ത് ചെയ്ത് ഇത് തന്നെ ദുപ്പട്ട, അതായത് 2.5 മീറ്റേഴ്സ് എടുക്കുക, ദുപ്പട്ട ഒരു ഹാഫ് വിഡ്ത്തിൽ നമ്മൾ യൂസ് ചെയ്തിട്ട് ബാക്കിയുള്ളത് ഇത് മോഡൽസ് ആയിട്ട് യൂസ് ചെയ്താലും വലിയ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തല്ലേ യൂസ് ചെയ്യുന്നത്. നല്ല പീസുകളാട്ടോ. ഇപ്പോൾ ഇതിൻ്റെ 1165 ആണ്. അങ്ങനെ പല റേഞ്ചസിലാണ് വരുന്നത്. പക്ഷെ നല്ല പീസായത് ഒരു ഫംഗ്ഷനൊക്കെ ഇട്ടാൽ നല്ലൊരു ക്ലാസി ലുക്കായിരിക്കും. ഈ കാണുന്ന എല്ലാ ഓർഗൻസ് ആയിരിക്കും.